ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ കയ്യിൽ നിന്നൊരു തക്കാളി ബോക്സ് കിട്ടീനെ. അപ്പോൾ അത് ചെറിയ രീതിയിൽ പൊട്ടുള്ളൊരു തക്കാളി ബോക്സാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ നമുക്ക് അതിലേക്ക് നമുക്കിന്ന് മല്ലി നടാമെന്ന് വിചാരിച്ചിട്ടോ, മല്ലിത്തൈ നടാനാണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് കരിയിലെടുത്ത് വെച്ചിട്ട് ഇതാണ് നമ്മളെ മല്ലി കേട്ടോ. നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിയ മല്ലിയാണ്, അതാണ് നമ്മൾ നട്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ സംശയമാണ് മല്ലി ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ മുന്നേ ഒരു മല്ലി തൈ നട്ട് പിടിപ്പിക്കുന്ന വീഡിയോസ് ഇട്ടിന് കേട്ടോ. അപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ വന്നാണ് ഇതുപോലെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ. അന്നത്തെ മല്ലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മല്ലി ഉണ്ടല്ലോ, അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ട് പിടിപ്പിച്ചതാണ്. അത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞ് നമ്മൾ അതിന് നല്ലോണം നുള്ളിക്കൊക്കെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്തിന് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മല്ലി നമുക്ക് എപ്പോഴും മല്ലിച്ചപ്പ് നമുക്കൊരാവശ്യമുള്ള സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലി മുളപ്പിക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മണ്ണ് ഓൾറെഡി ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചതാണ്. ഞാൻ എപ്പോഴും ഇവിടെ കുറച്ച് മണ്ണ് ഇങ്ങനെ കൊണ്ടുപോയി ഇട്ട് വെക്കണത് കേട്ടോ. അതെന്തെങ്കിലുമൊക്കെ നടാനുണ്ടാവും നമുക്ക്, ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ നടണമല്ലോ. അപ്പോൾ നമ്മൾ ഈ കൃഷിനോടും ചെടീനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളിങ്ങനൊക്കെ എല്ലാം എപ്പോഴും റെഡിയാക്കി സെറ്റാക്കിക്കോ. നമ്മളെ മണ്ണ് കണ്ടില്ലേ, എല്ലാ കൂട്ടുകളുള്ള നല്ല അടിപൊളി മണ്ണ് കേട്ടോ. നമ്മളെ മണ്ണിൻ്റെ വളം എന്ന് പറയുന്നത് മണ്ണും പിന്നെ നമ്മളെ കിച്ചണിലെ വേസ്റ്റുകളൊക്കെ പാടെ കൂട്ടിയിട്ടുള്ളതാട്ടോ. അതിങ്ങനെ റെഡിയാക്കി വെച്ചതാണ്. അപ്പം നമ്മളെന്താണ് ഈ ബോക്സിൽ ഫസ്റ്റ് ഞാനതാ ഇതുപോലെ നമ്മൾ അടിച്ച് വാരി വെച്ച കരിയിലുണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഒരു ചാക്കിലേക്കും ഒരു ബക്കറ്റിലേക്കൊക്കെ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിന്, അപ്പോൾ ഇലയൊക്കെ ഒന്ന് ചപ്പിച്ചിന് കേട്ടോ. അപ്പം ഞാനിതാ ഫസ്റ്റ് എന്ത് ചെയ്ത് ഇലകളിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ മണ്ണും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അധികവും ഇലകളൊക്കെയാണ് കേട്ടോ അടിയിലിട്ട് കൊടുക്കൽ. പിന്നെ കരിയിലകളൊക്കെയാണ് ഞാൻ ഇടൽ. കാരണം എന്താ വെച്ചാൽ ഇത് ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കൽ. ടെറസിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ടെറസിന് അധികം ഭാരം പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അധികവും കരിയിലകളൊക്കെ ഇട്ടിട്ടാണ്, കുറഞ്ഞ മണ്ണിലാണ് ഞാൻ എല്ലാ സംഗതികളും കുഴിച്ചിട്ട് റെഡിയാക്കൽ കേട്ടോ. പച്ചക്കറികൾ ഫുള്ളിൻ്റെത് അങ്ങനെയാണ്. ഇന്നിപ്പോൾ നമ്മൾ പച്ചക്കറി കുറച്ച് നമ്മൾ വെണ്ടയൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടായി വന്നിനെന്നും വെണ്ടയൊക്കെ പറിച്ചെടുത്തു കേട്ടോ. നമുക്ക് ഇന്ന് അത് നമ്മൾ പറിക്കണ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമുക്ക് ഇന്ന് അത്താഴത്തിനേക്ക് നമുക്ക് വെണ്ടത്താളിപ്പാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇനി ഞാൻ കുറച്ചുകൂടിയും കരിയിലെടുത്ത് കൊണ്ടുവന്നിട്ടോ. ഇതുപോലെ ഇനി കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കരിയിലിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യൽ കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെത് എല്ലാ സംഗതികളും ഞാനും ആദ്യത്തിലൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ നട്ട് പിടിപ്പിച്ചപ്പോഴാണല്ലോ നമുക്കിത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് ഉറപ്പിച്ചത്. അപ്പം നമ്മൾ ഉണ്ടായതിൻ്റെ ശേഷമാണ് ഞാനിങ്ങനെ ഇങ്ങനത്തെ ഓരോ വീഡിയോസുകൾ ഞാൻ ഇതിലേക്കായിട്ട് ഇടുന്നത്. അപ്പം നമുക്ക് ഉണ്ടാവാതെ വെറുതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് കൂടി ഞാനൊരു ഉപകാരമുള്ള വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഓരോ വീഡിയോകളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ലോണം മണ്ണും കരിയിലയുടെയും ഇട്ട് യോജിപ്പിച്ചതാ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. നമ്മൾ പിന്നെ കൈ തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. കൈനോട് തന്നെ നല്ലോണം ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടു. പിന്നെ നമ്മളെ കൈ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൈമലൊക്കെ എടുക്കൊക്കെ മണ്ണും ചെളിയൊക്കെ ആവുന്നത് നല്ലതാട്ടോ. അത് കൈ നമ്മൾ ഒന്നും ചെയ്യാതെ നിന്നാലാണ് ചിലവരെ കൈയൊക്കെ കാണാം സോപ്പൊക്കെ ഭയങ്കര അലർജിയാണ്, ഇങ്ങനെ പൊട്ടി കീറി ഇങ്ങനെ വരും കേട്ടോ കൈമലൊക്കെ. അതൊക്കെ പിന്നെ അതൊക്കെ എടുക്കൊക്കെ ഒന്ന് മണ്ണൊക്കെ കയ്യിലൊക്കെ ആവണതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മളെ കൈ നമ്മൾ നന്നായിട്ട് സോപ്പിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയല്ലോ ചെടിയൊക്കെ ഒന്ന് പോവാൻ. പിന്നെ അതാ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടോ. വെള്ളം ഒഴിച്ചാൽ പിന്നെ എനിക്കിങ്ങനെ കൈനോടാക്കണത് ഒരു വലിയൊരു ഇഷ്ടമുള്ള പരിപാടിയല്ലേ. പിന്നെ ഞാൻ കോലെടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഇങ്ങോട്ട് ഇളക്കിട്ടോ. ഇനിയാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളെ മല്ലിതാ ഈ മല്ലി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കട്ടെ. അത് ഒരുപാട് മല്ലി ഉണ്ട് കേട്ടോ. ഞാനിന്നെ എടുത്തപ്പം കുറച്ചധികം ഇങ്ങോട്ട് എടുത്തതാണ്. ഈ മല്ലി ഫുള്ള് ഞാൻ ഇതിലേക്ക് തന്നെ കേട്ടോ പാകണത്. ഇതുപോലെ ഇങ്ങോട്ട് പാകിയെടുക്കുക. പിന്നെ എന്താണ്, നമുക്ക് മുളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിന്ന് കുറച്ച് മല്ലി എടുത്തിട്ട് നമുക്ക് വേറെ ചാക്കുകളിലും കുപ്പികളിലും ഒക്കെ നട്ട് പിടിപ്പിക്കട്ടോ. പിന്നെ മല്ലിയൊക്കെ നടുമ്പോൾ എളുപ്പമാണ്. ഇതുപോലെ ഇങ്ങോട്ട് മല്ലി വിതറിയിട്ട് നമുക്കിങ്ങനെ ഇളക്കി ഇങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമുക്കൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക കേട്ടോ. ഇങ്ങനെ റമളാനൊക്കെ ഇപ്പം നമ്മളോട് വിട പറയാനായിട്ടുണ്ട്. ലാസ്റ്റിലെ 10 എല്ലാവരുടെ പ്രാർത്ഥനയിലും പ്രത്യേകം ഉൾപ്പെടുത്തുക.
പിന്നെ ഞാനിതാ ഈ ചെടീൻ്റെ കമ്പ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതെന്തിനാണ് പൊട്ടിക്കണേന്ന് നിങ്ങളൊക്കെ വിചാരം. പിന്നെ ഈ ചെടി ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വെട്ടി ഇങ്ങോട്ട് ഒരുപാട് നീണ്ടു പോയിന്. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ കാടൊന്ന് പറിക്കണ്ടല്ലോ വിചാരിച്ച് ഈ ചെടീൻ്റെ തീമന്ന് ഇങ്ങനെ അതിൻ്റെ മുള്ള തൂമ്പുകൾ ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുക്കുക കേട്ടോ. കൈനോട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മുളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതൊക്കെ എടുത്തോട്ട് ഒഴിവാക്കിയാൽ മതിയല്ലോ. അതെന്താ വെച്ചാൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നല്ല വെയിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ മുളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ പച്ചയിലകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണത് കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. ഇതുപോലെ നമ്മൾ നല്ലോണം പച്ചയിലകളൊക്കെ ഇട്ടിങ്ങനെ മൂടി വെക്കുക, ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് വെക്കേണ്ട ആവശ്യമില്ല, ഞാനങ്ങനെ വെച്ചെന്നുള്ളൂ. ഞാൻ പിന്നെ എന്ത് നടുമ്പോഴും ഇങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ അതൊന്ന് ഉഷാറായി വന്നതിന് ശേഷമാണ് ഈ ഇലകളൊക്കെ എടുത്ത് ഒഴിവാക്കൽ കേട്ടോ ഞാൻ സാധാരണ ചെയ്യൽ. അപ്പോൾ ഞാൻ ഇതുപോലെ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ഇതൊരു തണലത്ത് വെച്ചിട്ട് അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ദിവസം 1-2 ദിവസം നമ്മൾ തണലത്ത് വെക്കുക. അപ്പോഴത്തേനും തന്നെ ഇത് മുളച്ച് വരും കേട്ടോ. പിന്നെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയേക്കാം. പിന്നെ നല്ല വെയിലോട്ടം കിട്ടിയാലാണ് നല്ല ഉഷാറിലായിട്ട് ഉണ്ടാവല്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ തണലത്ത് എങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് ചെയ്ത് നോക്കേണ്ടി. ഉണ്ടാവുന്ന 100% ഉറപ്പാണ്. നമ്മളെ മുറ്റത്തൊക്കെ ഒരു പച്ചക്കറി തൈയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ചൊരു വിളവെടുത്തപ്പോൾ അതിനുള്ളൊരു സന്തോഷം. അപ്പോൾ മോൻ പറയും ഞാൻ പറിക്കില്ലേന്ന് ഓൻ്റെ സന്തോഷമാണ്. ഞാൻ മക്കളോട് പറിപ്പിക്കാതെ ഞാൻ എന്നെ പറിച്ചും ചെയ്തിട്ടോ. ഇനി അടുത്തത് എനിക്ക് പറിക്കാമെന്ന് വിചാരിച്ച് മക്കളുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മളെല്ലാതും നമ്മൾ നട്ട് നമ്മൾ ശ്രമിച്ചാലുണ്ടാവും എന്ത് കാര്യങ്ങളും. നമ്മൾ ശ്രമിക്കാത്തൊരു കുഴപ്പങ്ങളാണ് ഉള്ളത്. എന്തിനും നമ്മൾ നല്ലോണം ശ്രമിക്കുക. അധികം ഒരു പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് നട്ട് പിടിപ്പിക്കാനും കാര്യത്തിനൊന്നും. ഇത് ചെറിയ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എന്തിലും നമുക്ക് നടാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക. പിന്നെ ഇത് നമ്മൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വെറ്റില കൂടി കേട്ടോ, ഇതൊന്ന് നടണം. ഇതിപ്പോൾ ഒരാൾ തന്നതാണ്. ഓക്കെ, ബൈ.